ലിപ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ലിപ് ബാംസും ലിപ്സ്റ്റിക്സൊക്കെ ഏറ്റവും ടോപ്പ് കമ്പനികളുടെയൊക്കെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പോയാലും ഹാംലെസ് ആയിരിക്കും. ആക്ച്വലി ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര മിക്കവാറും പറയാറുണ്ട് ഞങ്ങൾ ഷുഗർ ഇപ്പോൾ കഴിക്കാറില്ല. ആക്ച്വലി ഷുഗർ ഒരു ഏജിങ് എലമെൻ്റ് ആണോ? ടീ കോഫിയുടെ കാര്യം ചോദിക്കുന്നവരോട് കുറേ പേരോടും പറയും പറ്റാവുന്നത്രയും മിൽക്കും ഷുഗറും ടീ കോഫിയിൽ മിനിമം ക്വാണ്ടിറ്റി ഉപയോഗിക്കുക. ഓക്കെ. എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിന്നുള്ളവരൊക്കെ അത് കുറയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ അക്കൻതോസിസ് ഉള്ളവരൊക്കെ മിൽക്കും ഷുഗറും കുറയ്ക്കാൻ നോക്കുക. നമുക്കൊരു ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര അവേഴ്സ് ഓഫ് സ്ലീപ്പാണ് ബേസിക്കലി വേണ്ടത്? സോ ഫുൾ നമ്മുടെ ബോഡിക്ക് എപ്പോഴും സ്ലീപ്പ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്കിന്നിന് മിനിമം ഒരു 6 to 8 hours ഓഫ് സ്ലീപ്പ്, അത് ഐഡിയലി എനി ടൈം ആഫ്റ്റർ 10 ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെസ്റ്റ്. അത് ആക്ച്വലി കൊറിയൻ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അവരുടെ ഒരു കോൺസെപ്റ്റാണ് ഗ്ലാസ് സ്കിൻ. ഓക്കെ. അപ്പോൾ ഈ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്കിന്നിൽ അറ്റൈൻ ചെയ്യാൻ കുറച്ച് അധികം എഫേർട്സ് വേണ്ടി വരും. ബിക്കോസ് നമ്മുടെ സ്കിൻ ടൈപ്പും അവരുടെ സ്കിൻ ടൈപ്പും കുറച്ച് ഡിഫറെൻ്റ് ആണ്. പിന്നെ എല്ലാ കൊറിയൻ പ്രൊഡക്ട്സും എല്ലാവർക്കും സൂട്ട് ചെയ്യില്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ സോറിയാസിസ് എന്നുള്ളൊരു അസുഖത്തിൻ്റെ പേര് പറഞ്ഞു. ആക്ച്വലി എന്താണ് ഈ സോറിയാസിസ്? സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡറാണ്. അതൊരു ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഇൻഫ്ലമേറ്ററി ഡിസോർഡറാണ്. അത് യൂഷ്വലി ഒരു ജനറ്റിക് കോമ്പണൻ്റ് ഉള്ളൊരു ഡിസോർഡറാണ്. അതിൽ നമ്മുടെ സ്കിൻ യൂഷ്വലി ഒരു 30 to 40 ഡേയ്സിൽ എല്ലാവരുടെയും സ്കിൻ മുകളിലേക്ക് വന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും. ഓക്കെ. അതിന് പകരം ഈ കണ്ടീഷനിൽ ചില ലൊക്കേഷൻസിൽ അത് 3 to 4 ഡേയ്സിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ ബോഡിയിലെ ചില സെൽസ് ഉണ്ട്, അതിനെ മീഡിയേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടിപ്ലിക്കേഷനാണത്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ തിക്ക് സ്കെയിലി സ്കിന്നും, പിന്നെ റെയർലി അത് ചിലർക്ക് ജോയിൻറ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്യാം. സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അതാണ് സോറിയാസിസ്. ഇത് ആക്ച്വലി ട്രീറ്റബിൾ ആണോ? യെസ്, ഡെഫിനറ്റ്ലി. സോറിയാസിസ് ട്രീറ്റബിൾ ആണ്, പക്ഷേ അത് റിക്കർ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു കണ്ടീഷനാണ്. അത് പെർമനൻറ്റ് സൊല്യൂഷൻ ഇല്ല. പെർമനൻറ്റ് സൊല്യൂഷൻ ആസ് ഓഫ് നൗ ഇല്ല. പക്ഷേ അതിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലൈറ്റ് തെറാപ്പി, പിന്നെ ടോപ്പിക്കൽസ്, പിന്നെ ഇപ്പോൾ ഓറൽ ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് വന്നാണ് ഈ പുതിയ ബയോളജിക്കൽ ഇഞ്ചെക്ഷൻസിൽ ഫുൾ ബോഡി സോറിയാസിസ് ആയിട്ട് വരുന്നവർക്ക് പോലും 5 to 6 വീക്സിൽ നമുക്കത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പുതിയ ഇഞ്ചെക്ഷൻസ് വളരെ ടാർഗറ്റഡ് തെറാപ്പിയാണത്. പക്ഷേ റിക്കറൻസസ് ഉണ്ടാവാം സോറിയാസിസിൽ. ഇതും ഒരു ജനറ്റിക്കൽ ഡിസീസ് ആണോ? അതെ, ഇതിലും ജീൻസ് ഇൻവോൾവ് ആണ്. ഇതിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന ജീൻസ് ഉണ്ട്, ജീൻസിന് ബേസ് ചെയ്താണ്. അപ്പോൾ എപ്പോഴും ഒരു ഫെമിലിയൽ ടെൻഡൻസി ഉണ്ടാവും. സ്പൊറാഡിക്കായിട്ട് ഒരു ജനറേഷനിൽ തുടങ്ങാം, പക്ഷേ മോസ്റ്റ്ലി ജനറ്റിക് ടെൻഡൻസി ഉള്ളൊരു കണ്ടീഷനാണ് സോറിയാസിസ്. ഡോക്ടർ, പിന്നെ അടുത്തൊരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ചുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ PCOD ഇഷ്യൂസ് കൊണ്ട് പലർക്കും PCOD അല്ലെങ്കിൽ PCOS ഇഷ്യൂസ് കൊണ്ട് അവർക്ക് ഈ പറയുന്ന സ്കിന്നിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ ഫേസിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്, ബോഡി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ ഹെയർ ലോസ്, ഹെയർ തിന്നിങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും നമ്മൾ? സോ നമ്മൾ ബോത്ത് തിന്നിങ്ങും ലേസർ ഹെയർ പോലും രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടായാലും PCOD ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം PCOD കറക്റ്റ് ചെയ്യാനാണ് പറയേണ്ടത്. ബിക്കോസ് ഈ ഹെയർ ഗ്രോ ചെയ്യാനും ഹെയർ തിൻ ചെയ്യാനും രണ്ടിൻ്റെയും റീസൺ അണ്ടർലൈങ് PCOD ആണ്. അപ്പോൾ PCOD കറക്ഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ PCOD മോസ്റ്റ്ലി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഒബീസ് PCOD ആണെങ്കിൽ നമ്മൾ ഐഡിയലി അവരോട് PCOS കറക്റ്റ് ചെയ്യാനാണ് പറയുക. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലി ഹെയർ റിമൂവലോ ഹെയർ തിന്നിങ്ങോ സ്റ്റാർട്ട് ചെയ്യായിരിക്കും പറ്റുക. ബിക്കോസ് അതുവരെ ആ ഹോർമോൺസോ ഇൻസുലിൻ റെസിസ്റ്റൻസോ കൊണ്ടാണ് നമുക്ക് ഈ തിന്നിങ് വരുന്നതും ഹെയർ ഗ്രോത്ത് വരുന്നതും. ഓക്കെ. അപ്പോൾ ലേസർ നമ്മുടെ ആ ഹെയറിനെ മാത്രമേ കളയുന്നുള്ളൂ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ആ ഹെയറിനെ ഉണ്ടാക്കുക ചെയ്യുന്നത് സ്കാൽപ്പിൽ. ഓക്കെ. പക്ഷേ അണ്ടർലൈൻ കോസ് അവിടെ കറക്റ്റഡ് ആവുന്നില്ല. അപ്പോൾ ഐഡിയലി PCOS ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ ബേസിക്കലി PCODക്കുള്ള ഇഷ്യൂസ് കറക്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ലേസർ ചെയ്യുന്നതായിരിക്കും. എക്സസൈസ് ചെയ്യുക, ഡയറ്റിൽ അങ്ങനത്തെ. പിന്നെ ബേസിക്കലി ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം കേട്ടിട്ടുണ്ട്. അപ്പം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് വഴി സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ ബാക്കിയുള്ള പലതരം ഡിസീസസ് വരാൻ സാധ്യതയുണ്ടെന്ന്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഡോക്ടർ? സോ ഐഡിയലി ഇപ്പോൾ ഒരു നല്ല കമ്പനിയുടെ ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കുകയാണെങ്കിൽ അത് നമ്മൾ അധികം വരയേണ്ട ആവശ്യമില്ല. യൂഷ്വലി ലിപ്സ്റ്റിക്കിനകത്തുള്ള ചില ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ്, കാഡ്മിയം, ക്രോമിയം, ഹൈഡ്രോകാർബൺസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് യൂഷ്വലി അതിൽ ചില ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ലെഡ് ഒരു ലെവലിന് മുകളിൽ അതൊരു കാർസിനോജനിക് ഏജൻ്റായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഉള്ള ലിപ്സ്റ്റിക്സാണ് ഇതിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഐഡിയലി ഒരു കമ്പനിയും ലിപ്സ്റ്റിക്കിലേക്ക് ലെഡ് ആഡ് ചെയ്യില്ല. ഓക്കെ.
യൂഷ്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ലിപ്സ്റ്റിക്സിന് കളർ കൊടുക്കുന്ന ഏജൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു റെഡ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു ലേഡി, ആ പുള്ളിക്കാരിയുടെ ആ റെഡ് കൊടുക്കുന്ന ഏജൻസിൽ ചിലപ്പോൾ ലെഡ് കണ്ടാമിനേഷൻ വരും. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കുറച്ച് കൊല്ലം മുമ്പ് വരെ 2014 ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിലെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലത്തെ ഒരു ലീഡിങ് ബ്രാൻഡിൽ മെർക്കുറി കണ്ടുപിടിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അത് കുറേ നാൾ വരെ എൻ്റെ ബുക്ക് മാർക്കിലുണ്ടായിരുന്നു കമ്പ്യൂട്ടറിൽ. ബിക്കോസ് അത് ഒരു കമ്പനി ഡെലിബറേറ്റ്ലി ആഡ് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ ഈ മെർക്കുറി പോലത്തെ കണ്ടൻസിനൊരു ലൈറ്റനിങ് ഇഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഹാംഫുൾ എഫക്റ്റും ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ നമ്മളെപ്പോഴും ഒരു ടോപ്പ് ബ്രാൻഡിന് മുമ്പോ നമുക്ക് അസ്യൂം ചെയ്യാം ഇവർ യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ അവർ കുറേ കൂടി ക്വാളിറ്റി ചെക്കുകൾ ചെയ്യും, ഇതൊന്നും ഇല്ല എന്നുള്ളത്. ഈ ലിപ്സ്റ്റിക് കൺസ്യൂം ചെയ്യുന്ന വഴി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വരാം? ലിപ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, ലിപ് ബാംസും ലിപ്സ്റ്റിക്സൊക്കെ ഏറ്റവും ടോപ്പ് കമ്പനികളുടെയൊക്കെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പോയാലും ഹാംലെസ് ആയിരിക്കും. ബിക്കോസ് നമ്മളത് വെറ്റ് ഡ്രൈ മ്യൂക്കോസെല്ലാണ്, നമ്മൾ ഡ്രൈ മ്യൂക്കോസെല്ലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും അസ്യൂം ചെയ്യും ഒരു ചെറിയ എമൗണ്ട് ചിലപ്പോൾ ഇത് ചെയ്യാമെന്ന്. പക്ഷേ ഡെഫിനറ്റ്ലി അതൊക്കെ സിന്തറ്റിക് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. അതേപോലെ ഈ ലിപ്സ്റ്റിക് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്? അവിടെയും സെയിം പ്രോബ്ലമാണ്. ലിപ്സ്റ്റിക്സിനകത്ത് ഇൻഫ്ലമേറ്ററി കോമ്പണൻസ് ഉണ്ടെങ്കിൽ അത് ഉണങ്ങുമ്പോൾ ഒരു PAH പോലെ ലിപ്സിന് ഡാർക്കനിങ് വരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു കമ്പനിയുടെ ലിപ് ബാം ഉണ്ടായിരുന്നു. അവരുടെ ലിപ് ബാം ഉപയോഗിച്ച് കുറേ പേർക്കും ലിപ് ഡെർമറ്റൈറ്റിസ് വളരെ കോമണാണ്. അപ്പോൾ ഈ ലിപ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ആ ഒരു കോമ്പണൻറ്റിന്, അതിനകത്തുള്ളൊരു കണ്ടൻറ്റിന് അവർക്ക് അലർജി വരികയാണ്. അപ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് വരുമ്പോൾ അവർ അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ ചുണ്ട് കുറച്ചും കൂടി ഡാർക്കായി. ഇപ്പോൾ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞ് ഉണങ്ങുമ്പോൾ അവിടെ ഒരു പാടായിട്ട് ഉണങ്ങുക. അത് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൻ്റെ പ്രത്യേകത. നമ്മൾ PIH എന്ന് പറയും, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. അപ്പോൾ ആ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നമുക്കൊരു ഡെർമറ്റൈറ്റിസ് വന്നു പോകുമ്പോഴും വരാം. അപ്പോൾ ചിലർക്ക് അതൊരാഴ്ച കൊണ്ട് മാറും, ചിലർക്ക് അതൊരു കൊല്ലം കൊണ്ടേ മാറുള്ളൂ. ഓക്കെ, അല്ലാതെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇന്ന കണ്ടൻറ്റ് കൊണ്ട് വരുന്ന പിഗ്മെൻറ്റേഷൻ ആണെന്നില്ല. ഓക്കെ. പിന്നെ പൊതുവേ ഡോക്ടർ എല്ലാവർക്കും ഈ അരിമ്പാറകൾ അല്ലെങ്കിൽ ചിലത് പാലുണ്ണികൾ എന്നൊക്കെ പറയുന്നത്, അപ്പോൾ ബേസിക്കലി എത്ര തരം അരിമ്പാറകളെല്ലാം ഉണ്ട്? ഇതിൽ ഏതാണ് നമുക്ക് ഭയങ്കര ഏറ്റവും പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്? അരിമ്പാറ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് വാട്സിനെയാണ്. വാട്സ് പല ടൈപ്പ് ഉണ്ട്. പാമാർ, പ്ലാന്റാർ, വെറുക്ക വൾഗാരിസ് എന്ന് പറയുന്നത് കോമൺ വാട്ട്. പിന്നെ നമുക്ക് ജെനിറ്റൽ വാട്സ് ഉണ്ട്, ഏനൽ വാട്സ്, അങ്ങനെ പല ടൈപ്പ് വാട്സ് ഉണ്ട്. വാട്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വൈറസാണ്. അത് ഹ്യൂമൻ പാപ്പിലോമ എന്ന് പറഞ്ഞിട്ട് വൈറസാണ്. അപ്പോൾ നമുക്ക് ഈ വരണ വൈറസിനെ കളയാനേ പറ്റൂ. അത് പിന്നെയും ചിലർക്ക് റിക്കർ ചെയ്യാം. പിന്നെ ചില ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ടാബ്ലറ്റ്സ് കൊടുത്താൽ ചിലപ്പോൾ അത് ബോഡിയിൽ നിന്ന് പോവാം. പക്ഷേ മിക്കവർക്കും റിക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ബേൺ ചെയ്ത് കളയോ ആസിഡ് വെച്ച് കളയോ ചെയ്യും. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻസ്. ഓക്കെ. ചിലരുടെ ഫേസുകളിൽ വരാറുണ്ട്. ഫേസിൽ യൂഷ്വലി നമ്മൾ കൂടുതലും കോട്ടറി അല്ലെങ്കിൽ ലേസർ വെച്ചിട്ടാണ് കളയുക. കെമിക്കൽ കോട്ടറി ഇപ്പോൾ നമ്മൾ അധികം ട്രൈ ചെയ്യാറില്ല, ബിക്കോസ് അതിൻ്റെ പാട് കാരണം നമ്മൾ ആസിഡ്സ് വെച്ച് കളയൽ ഇപ്പോൾ കുറവാണ്. ലേസറാണ് ഏറ്റവും ശാശ്വതം. ലേസർ, കോട്ടറി. ലേസർ എന്ന് പറയുന്നത് ലൈറ്റ് ഉപയോഗിച്ച് കരിക്കണം, കോട്ടറി എന്ന് പറയുന്നത് കറണ്ട് ഉപയോഗിച്ച് കരിക്കണം. ഇതിലേതാണ് ആക്ച്വലി ബെറ്റർ ഓപ്ഷൻ? മിക്കപ്പോഴും കോട്ടറിയുടെ ആവശ്യമുള്ളൂ, ലേസർ കുറച്ച് പേർക്ക് ആവശ്യം വരാറുള്ളൂ. ഓക്കെ. പിന്നെ ഡോക്ടർ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പലർക്കും പല രീതിയിലാണ് മുഖക്കുരു വരുന്നത്. അപ്പം മുഖക്കുരു ഒരു സമയത്ത് ഭയങ്കര ഇതായപ്പോഴാണ് പലതരത്തിലുള്ള ഫേസ് വാഷും എല്ലാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയത്. അപ്പം ഒരാൾ വന്നിരിക്കുമ്പം അയാളുടെ ഫേസിലുള്ള ആക്നെ എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് ഇത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്, ഇത് ഇന്ന കൊണ്ട് വരുന്ന ആക്നീസ് ആണെന്നുള്ളത്? ആക്നെക്ക് ആക്ച്വലി ഗ്രേഡിങ്സ് ഉണ്ട്. നമുക്ക് ഓരോ ഏജിലും ഓരോ ടൈപ്പ് ഓഫ് ലീഷൻസ് ആയിരിക്കും കാണുക. ഇപ്പോൾ വളരെ യങ് ഒരു ഏജിൽ വരുമ്പോൾ ഇപ്പോൾ 13-14 വരുന്നവർക്ക് ആദ്യം വരുന്നത് ചിലപ്പോൾ കൊമഡോൺസ് എന്ന് പറഞ്ഞ സ്റ്റേജ് ആയിരിക്കും, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറയുന്ന സ്റ്റേജ് ആയിരിക്കും. പിന്നത്തെ ഒരു സ്റ്റേജ് പാപ്യൂൾസ് പസ്റ്റ്യൂൾസ് എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ട്, പഴുപ്പുള്ള കുരുക്കൾ പോലെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നോഡ്യൂലോസിസ്റ്റിക് വലിയ വലിയ കുരുക്കളായിട്ട് വരുന്ന സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് നോക്കിയിട്ടാണ് നമ്മൾ ടോപ്പിക്കൽസ് ആണോ, ഇപ്പോൾ കൊമഡോൺസിന് ചിലപ്പോൾ ഓയിൻമെൻറ്റ്സിൽ തന്നെ അത് ബെറ്റർ ആവും. അത് കഴിഞ്ഞൊരു സ്റ്റേജിൽ ഇപ്പോൾ ഒരു പാപ്പിലോ പസ്റ്റുലാർ ലീഷൻ ആണെങ്കിൽ, പസ്റ്റ്യൂൾസൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്കോ അതിൻ്റെ കൂടെ കൊടുക്കേണ്ടി വരും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത കേസുകൾ, ഈ നോഡ്യൂലോസിസ്റ്റിക് സ്റ്റേജ്, സ്കാറിങ് ഒക്കെ വരുന്ന കേസുകളാണെങ്കിൽ നമുക്ക് അതിന് ഓറൽ ടാബ്ലറ്റ്സ് കുറച്ചധികം നാൾ കഴിക്കേണ്ടി വരും. ഇപ്പം നേരത്തെ ചോദിച്ചാൽ നമുക്ക് PCOD ഇഷ്യൂസ് ഉള്ളവർക്ക് ഒരു ടൈപ്പ് ഓഫ് ആക്നേസ് വരും. അതെ, PCOD ഹോർമോൺ ചേഞ്ച് ഉള്ളവർക്ക് ആക്നയുടെ ലൊക്കേഷൻസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. PCODയുടെ വേറെ ഫീച്ചേഴ്സ്, ഇപ്പോൾ ഹെയർ ഗ്രോത്ത്, ഹെയർ തിന്നിങ്, എക്കൻതോസിസ് ഒക്കെ ചിലപ്പോൾ കൂടെ ഉണ്ടാവാം.
അത് അവിടെയും അണ്ടർലൈൻ കോസാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. റാദർ ദെൻ നമ്മൾ അവിടെയൊക്കെ ഇപ്പോൾ പ്രൂവൺ PCOS ഉള്ളൊരു പേഷ്യൻ്റാണ്, ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ മോശമാണ് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് മോശമാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞ് ടോപ്പിക്കൽസിലാണ് ട്രൈ ചെയ്യുള്ളൂ. നമ്മൾ ഓറൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ. നമുക്കത് ഇമ്പ്രൂവ് ചെയ്തിട്ട് ബെറ്റർ ആയില്ലെങ്കിൽ മാത്രമാണ് ഓറൽ തെറാപ്പിയിലേക്ക് യൂഷ്വലി പോകാറുള്ളൂ. ഡോക്ടർ, പിന്നെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസസ് വരാൻ സാധ്യതയുണ്ട്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് എല്ലാ സ്കിൻ ഡിസീസിനും മിക്ക സ്കിൻ ഡിസീസുകൾക്കും ഒരു ലൈഫ് സ്റ്റൈൽ കോമ്പണൻ്റ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ ആക്നെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സസൈസ് ഇല്ല, ഓക്കെ, ഹെവി ഷുഗർ ഇൻടേക്ക്, ഓക്കെ, നമ്മൾ വെയ്റ്റ് ഗെയിൻ, ഇതൊക്കെ ആക്നെ ട്രിഗർ ചെയ്യാം. അല്ലെങ്കിൽ പെഗ് മിൽക്ക് ധാരാളം കഴിക്കുക, അതൊക്കെ ആക്നെ ട്രിഗർ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ സോറിയാസിസിനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഒബീസ് ആൾക്കാരിൽ സോറിയാസിസ് ട്രീറ്റ് ചെയ്യാൻ കുറേ കൂടി പാടാണ്. അപ്പോൾ അവിടെയും ലൈഫ് സ്റ്റൈലിനൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. നമ്മൾ സ്മോക്കിംഗ് ആൽക്കഹോൾ ഉള്ളവർക്ക് സോറിയാസിസ് കൺട്രോൾ ചെയ്യാൻ കുറേ കൂടി ഡിഫിക്കൽട്ടാണ്. ഓക്കെ. അപ്പോൾ അവിടെ പിന്നെ പിഗ്മെൻ്ററി ഡിസോർഡേഴ്സിനും ഈ പറയുന്ന പോലെ ഇപ്പോൾ എക്കന്തോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതാണ്. അപ്പോൾ മിക്ക ഡിസീസിനും ഒരു ലൈഫ് സ്റ്റൈൽ കോമ്പണൻ്റ് ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ ലൈഫ് സ്റ്റൈലോട്ട് മാത്രം വരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈവൻ കേസസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബോഡിയിൽ ഇച്ചിങ് വരുന്ന കേസുകൾ, ചില കേസിൽ ഇപ്പോൾ സിവിയർ ആൽക്കഹോൾ കൺസംഷൻ ഉണ്ട്, ലിവർ ചേഞ്ചസ് ഉണ്ട്, അവർക്ക് ചിലപ്പോൾ ഇച്ചിങ് അതിൻ്റെ ആയിരിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഒരു ലൈഫ് സ്റ്റൈൽ കോമ്പണൻറ്റ് കുറേ ഡിസീസുകൾക്കുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഓക്കെ. ഡോക്ടർ നേരത്തെ ഒരു ടീയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ടീ അല്ലെങ്കിൽ കോഫി ആക്ച്വലി ഇത് കൺസ്യൂം ചെയ്യുന്ന വഴി നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, എൻ്റെ അറിവിൽ ടീ ഇപ്പോൾ സ്കിന്നിലേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ആയാലും ഇപ്പോൾ എല്ലാവരും അത് കഴിക്കാനാണ് പറയുന്നത്. അതിനൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ചില വൈറ്റമിൻ ടാബ്ലറ്റ്സിലും ഈ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്സ് ഒക്കെ ചെറിയ ക്വാണ്ടിറ്റിയിലുണ്ട്. അത് പക്ഷേ ഹയർ ക്വാണ്ടിറ്റീസിലുള്ളതുണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ വേറൊരു ഡിബേറ്റും ഡിസ്കഷനും നടക്കുന്നുണ്ട്. പക്ഷേ മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ ടീയോ കോഫിയോ കഴിച്ചിട്ടുണ്ടതില്ല. പക്ഷേ ഞാനിവിടെ ഈ ടീ കോഫിയുടെ കാര്യം ചോദിക്കുന്നതിൽ കുറേ പേരോടും പറയും പറ്റാവുന്ന അത്രയും മിൽക്കും ഷുഗറും ടീ കോഫിയിൽ മിനിമം ക്വാണ്ടിറ്റി ഉപയോഗിക്കുക. ഓക്കെ. എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിന്നുള്ളവരൊക്കെ അത് കുറയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ എക്കന്തോസിസ് ഉള്ളവരൊക്കെ മിൽക്കും ഷുഗറും കുറയ്ക്കാൻ നോക്കുക. ടീയുടെ ആ കണ്ടൻറ്റിൽ കൂടുതലും ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതായിട്ട് തന്നെയാണ് ഉള്ളത്. ഡോക്ടർ നേരത്തെ പറഞ്ഞ ഷുഗറിൻ്റെ കണ്ടൻറ്റ്, ആക്ച്വലി ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര മിക്കവാറും പറയാറുണ്ട് ഞങ്ങൾ ഷുഗർ ഇപ്പോൾ കഴിക്കാറില്ല. ആക്ച്വലി ഷുഗർ ഒരു ഏജിങ് എലമെൻ്റ് ആണോ നമ്മൾ? സോ ഷുഗറിനകത്ത് ചില പ്രൂവൺ ഫാക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫൈൻഡ് ഷുഗേഴ്സിനകത്ത്, എല്ലാ ഷുഗറിനകത്തല്ല, റിഫൈൻഡ് ഷുഗേഴ്സിനകത്ത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യം, ഫോർ എക്സാമ്പിൾ അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ആക്നെയിൽ ഷുഗർ അവോയ്ഡ് ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ. പണ്ട് നമ്മൾ എണ്ണമയം കഴിക്കരുത് മാത്രമേ പറയുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഷുഗറും കൂടി അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾക്ക് അത് പ്രൂവണാണ്, ചില കാര്യങ്ങൾക്ക് സ്റ്റഡീസ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പൊതുവേ എല്ലാവരോടും പറയാം റിഫൈൻഡ് ഷുഗേഴ്സ് ആസ് മച്ച് ആസ് പോസിബിൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് അതിന് പകരം ശർക്കരയോ നല്ല തേനാണെങ്കിൽ തേനൊക്കെ ഉപയോഗിക്കാം. ഓക്കെ. ഫ്രൂട്ട്സ് കഴിക്കാം. ഓക്കെ. നല്ലൊരു സ്കിൻ ടോൺ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി സ്കിൻ ആക്കാൻ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ്സാണ് ഡോക്ടർ പ്രിസ്ക്രൈബ്? ബേസിക്കലി എല്ലാവരോടും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, ഇത് മൂന്നും നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ നെയിലിനൊക്കെ നല്ലതാണ്. ഫിഷ്, ചില ഫിഷുകളിൽ നമുക്ക് എല്ലാം കിട്ടും, ഒമേഗ, അയൺ, പ്രോട്ടീൻസ് എല്ലാം കിട്ടും. ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും നമ്മളിപ്പോൾ മിക്ക ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുത്താൽ ഇപ്പോൾ ടൊമാറ്റോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലൈക്കോപ്പീൻ ഉണ്ട്. നമ്മളിപ്പോൾ ഗ്രേപ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റെസ്വെറാട്രോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നോക്കുന്ന നമ്മൾ ഈ സപ്ലിമെൻ്റ് ചെയ്യുന്ന പല വൈറ്റമിൻ ടാബ്ലറ്റ്സിലെയും മിക്ക കണ്ടൻസും ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ കെരറ്റനോയിഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു കെരറ്റനോയിഡിന് വേണ്ടി ഒരു ബീറ്റാ കരോട്ടിൻ കഴിക്കണ്ടെന്നല്ല, ഇപ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് അലർജി, ഒരു സൺ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ബീറ്റാ കരോട്ടിൻ ഉണ്ട്. പക്ഷെ അതല്ലെങ്കിൽ നമുക്കത് ഫുഡിൽ നിന്നും കിട്ടും. കെരറ്റനോയിഡ്സ് ക്യാരറ്റിൽ നിന്ന് കിട്ടും. അതുപോലെ മിക്ക ഫ്രൂട്ട്സിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, എസ്പെഷ്യലി കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ അതെല്ലാം നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ ഈവൻ നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഗ്ലൂട്ടതൈൻ്റെ കണ്ടൻസൊക്കെ കിട്ടുന്ന ഫ്രൂട്ട്സ്, ഇപ്പോൾ ബ്രോക്കോളി, അവക്കാഡോ, ഇതിനകത്തൊക്കെ ഗ്ലൂട്ടതൈൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ബ്രോക്കൺ ഡൗൺ ചെയ്ത് ഓക്കെ ഇത് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഫുഡാണ് അതൊക്കെ. അപ്പോൾ അതിനകത്ത് ഈ സിസ്റ്റീൻ റിച്ച് ഫുഡുണ്ട്, സൾഫർ റിച്ച് ഫുഡുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫുഡ്സിൽ നിന്ന്
പറ്റാവുന്നത്രയും സപ്ലിമെൻ്റ് ചെയ്യുക. സപ്ലിമെൻ്റ് ചെയ്യാം. ഡോക്ടർ, അതേപോലെ നമുക്കൊരു ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര അവേഴ്സ് ഓഫ് സ്ലീപ്പാണ് ബേസിക്കലി വേണ്ടത്? സോ ഫുൾ നമ്മുടെ ബോഡിക്ക് എപ്പോഴും സ്ലീപ്പ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്കിന്നിന് മിനിമം ഒരു 6 to 8 hours ഓഫ് സ്ലീപ്പ്. അത് ഐഡിയലി എനി ടൈം ആഫ്റ്റർ 10 ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെസ്റ്റ്. നമുക്ക് സ്ലീപ്പ് സൈക്കിൾസ് ഉണ്ട്, അത് പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് അത്രയും നല്ലത്. ഞാൻ സ്ലീപ്പിനെ പറ്റി ചോദിക്കുന്ന ചില പാരൻസ് പറയും ഉറങ്ങാറില്ല രാത്രി അങ്ങനെ. സോ അതിൽ സ്ലീപ്പ് നമ്മുടെ സ്കിന്നെ ഏറ്റവും കൂടുതൽ റീജുവിനേറ്റ് ചെയ്യുന്നത്, കുറേ സ്റ്റഡീസ് ഉണ്ട്, അതിൽ മിക്കതിലും പ്രൂവ് ചെയ്യുന്നത് സ്കിന്നെ ഏറ്റവും കൂടുതൽ റീജുവിനേറ്റ് ചെയ്യുന്നത് സ്ലീപ്പ് ചെയ്യുമ്പോഴാണ്. അതായത് കൊളാജൻ പ്രൊഡക്ഷൻ കൂടുന്നത്, കൊളാജൻ ബ്രേക്ക് ഡൗൺ കുറയുന്നത്, പിഗ്മെൻറ്റേഷൻ്റെ ഇത്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 2-3 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് തന്നെ അത് ചില തിന്ന സ്കിന്നുള്ള ഏരിയാസിൽ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ഓക്കെ. നമുക്ക് ചിലർക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഉറക്കം നിന്നു, കണ്ണിൻ്റെ അടിയിൽ ഇഴിഞ്ഞു പോയി, കറുപ്പ് കൂടി, അതൊക്കെ അതിൻ്റെ സയൻറ്റിഫിക് ഇതാണ്. ബിക്കോസ് അത് നമുക്കത് വരുമ്പോൾ നമ്മളെ ബോഡി ഡീഹൈഡ്രേഷൻ വരും, നമ്മുടെ സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ ലെവൽസ് കൂടുന്നു. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് നമ്മുടെ സ്കിന്നിൽ ഡെഫിനറ്റ്ലി മിക്കപ്പോഴും കാണിക്കും. പിന്നെ അതേപോലെ നമ്മളിപ്പം വെള്ളം ഇൻടേക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്. അപ്പം ഈ പറയപ്പെടുന്ന നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നതിന് അപ്പം ഒരാൾ ഒരു ദിവസം എത്ര ലിറ്റേഴ്സ് ഓഫ് വെള്ളം ഇൻടേക്ക് ചെയ്യുന്നതായിരിക്കും? ഐഡിയലി 2 to 3 liters മിനിമം കുടിക്കണം. അത് എനിക്ക് തോന്നുന്നു ഓരോ വെതർ അനുസരിച്ചിരിക്കും. നമ്മുടെ നാട്ടിൽ എന്തായാലും അത്രയും വേണ്ടി വരും. നമ്മൾ കുറച്ച് സ്വെറ്റ് ചെയ്യുന്ന ഇതായതുകൊണ്ട് നമുക്കത് റീപ്ലനിഷ് ചെയ്യേണ്ടി വരും മിക്കപ്പോഴും. ഡോക്ടർ, അതേപോലെ നമുക്ക് ഈ സ്കിൻ ക്യാൻസറുകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ആളുകളിൽ. ആക്ച്വലി അതിൻ്റെ കോസസ് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സ്കിൻ ക്യാൻസേഴ്സ് വരാൻ പറ്റും? സോ നമുക്ക് സ്കിന്നിൽ പലതരം ക്യാൻസേഴ്സ് ഉണ്ട്. ഇൻഫാക്റ്റ് ഞാൻ പറയുക വെച്ചാൽ നമ്മുടെ സ്കിൻ ആക്ച്വലി ബ്ലഡ് സ്കിന്നാണ്. നമ്മുടെ സ്കിന്നിൽ ക്യാൻസേഴ്സ് കുറവാണ് കമ്പയർഡ് ടു ഫോറിൻ സ്കിൻ. ഓക്കെ. അതെന്താ കാരണം വെച്ചാൽ ഞാനിപ്പോൾ വെയിലത്ത് പോയാൽ ഞാൻ കൂടുതൽ ടാൻ ആവുള്ളൂ, എൻ്റെ മറുക് ക്യാൻസറസ് ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ മെലാനിൻ ഉള്ളതുകൊണ്ട് ഫോട്ടോ ഡാമേജും ഫോട്ടോ റിലേറ്റഡ് ക്യാൻസേഴ്സും ഇപ്പോൾ മെലനോമ പോലത്തെ ക്യാൻസറുകൾ നമ്മുടെ സ്കിന്നിൽ കുറവാണ്. എന്നാലും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട്. പിന്നുള്ള 2 ക്യാൻസറുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിലൊരു അൾസർ വന്നു, ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്തു, അങ്ങനെ വരുന്ന ക്യാൻസേഴ്സ് ഉണ്ട്. സ്ക്വാമസ് സെൽ കാർസിനോമ, പിന്നെ ബേസൽ സെൽ കാർസിനോമ അങ്ങനെ ക്യാൻസേഴ്സ് ഉണ്ട്. ഈ ക്യാൻസേഴ്സ് ഒന്നും അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള ക്യാൻസേഴ്സ് അല്ല. ഇപ്പോൾ ചിലപ്പോൾ ഇൻസിഡൻസ് ഇച്ചിരി കൂടിയുണ്ടാവും. പക്ഷേ ഇൻ ജനറൽ നമ്മുടെ സ്കിൻ ബാക്കി സ്കിൻ ടൈപ്പുകൾ നോക്കുമ്പോൾ, ബാക്കി റേസസ് നോക്കുമ്പോൾ നമുക്ക് കുറവാണ് മെലാനിനുള്ള സ്കിന്നായിട്ട്. യൂഷ്വലി ഈ മറുകുകളൊക്കെ ക്യാൻസർ ആവുന്നത് കുറച്ചും കൂടി റെയറാണ്. നമുക്കതൊരു ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ അറിയാം അതിലെന്തെങ്കിലും ക്യാൻസറസ് എറ്റിപ്പിക്കൽ ചേഞ്ച് ഉണ്ടോ എന്നുള്ളത്. അത് പക്ഷേ വളരെ കുറച്ച് പേർക്ക് നമ്മൾ ഫോറിൻ രാജ്യങ്ങളിൽ ട്രീറ്റ് ചെയ്യണ പോലെ മറുകുകളിലെ എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് വെച്ച് എല്ലാം റിപ്പീറ്റഡ് ഇവാലുവേഷൻ. പിന്നെ മിക്കപ്പോഴും നമ്മൾ ഫാമിലി ഹിസ്റ്ററി ചോദിക്കും. പിന്നെ ക്യൂട്ടേനിയസ് ക്യാൻസേഴ്സ് വേറെയുണ്ട്. നമുക്ക് ഇൻറ്റേർണൽ ക്യാൻസർ ഉള്ളവർക്ക് ക്യൂട്ടേനിയസ് മെറ്റസ്റ്റേസിസ് വരുന്ന കേസുകളുണ്ട്. ക്യാൻസേഴ്സ് ഇൻ ജനറൽ നമ്മുടെ സ്കിന്നിൽ പുറത്തെ രാജ്യങ്ങളിലെ പോലെ വെരി കോമൺ അല്ല. ഓക്കെ ഡോക്ടർ, പിന്നെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഈ സ്കിൻ ഡിസീസ് വരാൻ പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? സോ ഇൻഫെക്ഷൻസ് എപ്പോഴും പ്രിവെൻറ്റ് ചെയ്യാൻ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ടീരിയൽ, ഫംഗൽ, അത് എസ്പെഷ്യലി കേരളത്തിലാണെങ്കിൽ നമ്മുടെ ഇവിടെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ റിപ്പീറ്റഡായിട്ട് വരാം. അപ്പോൾ അതിന് പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പ്ലൈക്ക, തലയിലെ പെയിൻ, ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഉണ്ട്, ഡെർമറ്റൈറ്റിസ് നിഗ്ലെക്റ്റ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ക്ലീനിങ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡേർട്ട് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ടെറാഫോമി അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ. അതൊക്കെ നമ്മുടെ ക്ലെൻലിനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസാണ്. ഓക്കെ. ഡോക്ടർ നേരത്തെ പറഞ്ഞ വിറ്റിലേഗോ എന്ന് പറഞ്ഞിട്ടൊരു രോഗലക്ഷണം. അപ്പോൾ ആക്ച്വലി അത് നമുക്ക് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഇത് വരാൻ സാധ്യതയുണ്ടോ? വിറ്റിലേഗോ നമുക്ക് യങ് ഏജിൽ വരാം. വിറ്റിലേഗോ എപ്പോഴും ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷനുള്ള കണ്ടീഷൻ അത്. അപ്പോൾ നമുക്കിപ്പോൾ പാരൻസിനുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടി വരും. വിറ്റിലേഗോ നമുക്ക് പ്രൂവ് ചെയ്യാൻ ഒരു സ്കിൻ ടെസ്റ്റോ ഒരു ഡെർമറ്റോസ്കോപ്പോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലൂ കിട്ടും. അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഏർലി സ്റ്റേജസിലാണെങ്കിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. കുറച്ച് വെയിറ്റ് ചെയ്ത കേസുകളാണെങ്കിൽ കുറച്ച് ലോങ്ങർ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കുറേ അഡ്വാൻസസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വന്നതന്നെ കുറേ ഇമ്മ്യൂണോസപ്രസൻസ് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാണ് ഈ കണ്ടീഷൻസിന്. ആക്ച്വലി അത് ക്യൂറബിൾ ആണോ?
അതൊരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ കംപ്ലീറ്റ് റീപിഗ്മെൻറ്റേഷൻ കിട്ടുന്ന കേസുകളുണ്ട്. ഓക്കെ. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ മിക്കവർക്കും അത്രയും ലോങ് ടേമിൽ ഫോളോ അപ്പ് ചെയ്യലും അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. റീപിഗ്മെൻറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ വന്നതിന് പുതിയ ടോപ്പിക്കൽസും ഇതൊക്കെ വളരെ എഫക്റ്റീവാണ് വിറ്റ്ലൈഗോന്. പക്ഷേ വളരെ സ്ലോ റെസ്പോൺസ് ആയിരിക്കും മാത്രം. ഓക്കെ ഡോക്ടർ, ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൈവറ്റ് പാർട്സിൽ ചിലർക്ക് ഇച്ചിങ്, റാഷസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രധാന റീസൺ? യൂഷ്വലി അത് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് ഫംഗലായിരിക്കും, ചിലർക്ക് അലർജീസ് ആയിരിക്കും, ചിലർക്ക് ഇൻഫെക്ഷൻ വേറെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം. അത് ഇവിടെ കേരളത്തിൽ നമുക്ക് ഹ്യൂമിഡിറ്റി പറയുന്ന പോലെ കൂടുതലുണ്ട്. മോർ ഇൻ ഫേവർ ഓഫ് ഫംഗസ് ആയിരിക്കും മിക്കപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു കണ്ടീഷൻ. അത് ഇവിടെ വളരെ കോമൺ ആണ്. ബിക്കോസ് ഓഫ് ഹ്യൂമിഡിറ്റി. അതൊരു പേഴ്സണൽ ഹൈജീൻ്റെ ഒരു പ്രശ്നമായിട്ടും വരാറുണ്ട്? ഇല്ല, നിർബന്ധമില്ല. ബിക്കോസ് എന്താ കാരണം വെച്ചാൽ ഫംഗൽ ഗ്രോത്ത്, ഫംഗസ് നമുക്കിവിടെ ഇത്രയും ചെടികളും കാര്യങ്ങളും ഹ്യൂമിഡിറ്റി എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഫംഗൽ ഗ്രോത്ത് ഇവിടെ കൂടുതൽ വരാം. അപ്പം നമ്മൾ എപ്പോഴും നമുക്കത് പേഴ്സണൽ ഇതുകൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ചിലരുടെ സ്വെറ്റിൽ ഫംഗൽ ഗ്രോത്ത് കുറച്ച് കൂടുതലായിരിക്കാം. പിന്നെ നമ്മുടെ ഹൈജീൻ ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ 2-3 ദിവസം കുളിച്ചില്ല, ഇട്ട ഡ്രസ്സ് പിന്നെ ഉപയോഗിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് വരാം. അതേപോലെ തന്നെ ഡോക്ടർ, നമ്മൾ ഡയറക്റ്റ് സൺ എക്സ്പോഷർ ഇല്ലാത്തൊരു ഏരിയയാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്നത്. അതെ. പക്ഷേ അതിലൊരു ഡിസ്കളറേഷൻ എല്ലാവർക്കും കാണാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ബോഡിയിൽ ചില ഏരിയാസിലെ പിഗ്മെൻറ്റേഷൻ കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൈമുട്ട്, മടക്കുകളിൽ ചിലപ്പോൾ കുറച്ച് പിഗ്മെൻറ്റേഷൻ കൂടുതൽ. പക്ഷേ അത് കൂടാനുള്ള കാരണം എപ്പോഴും ഈ പറഞ്ഞ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് പോയി പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാരണമാവാം. ഓക്കെ. നമുക്ക് വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ഓക്കെ എക്കെന്തോസിസ് പോലത്തെ കണ്ടീഷൻസ് ആവാം. അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അണ്ടർ ഗാർമെൻറ്റ്സ് പറഞ്ഞ് പോസ്റ്റ് ഫ്രിക്ഷണൽ മെൽനോസിസ് പോലെ ആവാം. അങ്ങനെ അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. യൂഷ്വലി നമുക്കൊന്ന് മിക്കപ്പോഴും എക്സാമിൻ ചെയ്താൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളത്. ഓക്കെ ഡോക്ടർ, പിന്നെ നമ്മളിപ്പം ബേസിക്കലി ഒരാൾക്ക് ഉപയോഗിക്കേണ്ട സൺസ്ക്രീൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യേണ്ട സൺസ്ക്രീൻ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരാളിത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഒന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനെ കുറിച്ച് വളരെ ക്ലിയർ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ടൈപ്പിനുള്ള സൺസ്ക്രീൻസ് മേടിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജെൽ സൺസ്ക്രീൻ ഓയിലി സ്കിന്നിന്. നമുക്കിപ്പോൾ എല്ലാവർക്കും ഓയിലി ഡ്രൈ മാത്രമായിരിക്കില്ല. ചിലർക്ക് കോമ്പിനേഷൻ സ്കിൻ ഉണ്ടാവാം, ചിലരുടെ സ്കിന്നിലെല്ലാം സൂട്ട് ചെയ്യണമെന്നില്ല, ചിലർക്ക് സെൻസിറ്റീവ് സ്കിൻ ആവാം. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ചില സോൺസ് ഓയിലിയാണ്, ഭയങ്കര ഓയിലിയാണ്, പക്ഷേ ബാക്കി ഏരിയാസ് ഡ്രൈ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു സൺസ്ക്രീൻ്റെ കേസാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജെല്ല് തന്നെയായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഒരാളുടെ ഭയങ്കര ഡ്രൈ സ്കിന്നാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ക്രീം ബേസോ ഇത് കൊടുക്കുക. പിന്നെ ലാർജ് ഏരിയ, ഹെയറി ഏരിയ, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ഹെയറി സ്കിന്നുള്ള ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ലോഷൻ ബേസ് സൺസ്ക്രീൻ ആയിരിക്കും കയ്യിലൊക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ സ്കിന്നും നമ്മുടെ ബോഡിയിലെ ഫിറ്റ്നസ്സും ഭയങ്കരമായിട്ട് ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം ഇപ്പോഴത്തെ വർക്കൗട്ട്സ് എല്ലാം നമ്മുടെ ഈ ഒരു സ്കിൻ ടോണിനും എല്ലാം ഒരു ആവശ്യം? ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈലും ഡയറ്റും സ്കിന്നും അതൊരു ഇന്റർലിങ്ക്ഡ് കണക്ഷൻസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ തിങ്ക് എക്സസൈസും ഡയറ്റൊക്കെ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കിൻ. ഓക്കെ. പിന്നെ നമ്മളിപ്പം ഒരു പൊതുവെ എല്ലാവർക്കും ഒരു കൊറിയൻ സ്കിന്ന് അല്ലെങ്കിൽ കൊറിയൻ പ്രോഡക്ട്സ് നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ അത്യാവശ്യം എല്ലാവരും ഒരു യൂസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പം ഈ കൊറിയൻ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ? ഇതിലെ എല്ലാ പ്രോഡക്ട്സും ബേസിക്കലി ഇപ്പോൾ ഒരു സൺസ്ക്രീൻ എടുക്കുകയാണെങ്കിൽ മിക്ക സൺസ്ക്രീൻസിലും ഒരു കോമൺ ഇൻഗ്രീഡിയൻസ് കുറേ ഉണ്ടാവും. ഇതിൽ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ദ വേ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്നെയിൽ മ്യൂസിൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതൊരു കൊറിയൻ കമ്പനിയുടെ ആയിരുന്നു ഒരു ഇനീഷ്യൽ ഇറക്കിയത് അവർ. അത് കഴിഞ്ഞിപ്പോൾ കുറേ കമ്പനി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ കൊറിയൻസ് കൂടുതലും എന്തുകൊണ്ടാണ് കൊറിയൻ പ്രൊഡക്ട്സ് കൂടുതലും ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ കൊറിയൻസ് കുറേ കൂടി ട്രെൻഡിൻ്റെ ഒപ്പം പോകണവരാണ്. ഓക്കെ, അവരുടെ സ്കിൻ കെയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നാളെ ഷീറ്റ്സ്, മാസ്ക്സ്, ഇപ്പോൾ സ്ലഗിഷ് പാൻസ് അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂസിൻ, സ്നെയിൽ മ്യൂസിൻ ഇങ്ങനത്തെ പ്രോഡക്ട്സും അങ്ങനത്തെ സാധനങ്ങൾ ഇറക്കും. യൂറോപ്പ്, US, ഈവൻ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന പ്രോഡക്ട്സ് കുറേ കൂടി ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി യൂറോപ്പ്, USലൊക്കെ
FDA അപ്രൂവൽ, കൊറിയൻ FDA അപ്രൂവലിനും കുറച്ചും കൂടി ടഫറാണ്. അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ കൊറിയൻ FDA അപ്രൂവൽ കുറച്ചും കൂടി ഈസിയറായിട്ടുണ്ട്. അവിടെ പുതിയ പുതിയ പ്രോഡക്ട്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ കൊറിയൻ പ്രോഡക്ട്സ് ഉപയോഗിക്കണം എന്നുള്ള ആൾക്കാർക്ക് എപ്പോഴും അവർ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടുത്തെ ടോപ്പ് കമ്പനികളുടെ ആയിരിക്കണം. ഓക്കെ. അവിടെ കൊറിയയിലെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ വലിയ വലിയ ഏരിയാസ് ഉണ്ട് വേർ പ്രോഡക്ട്സ് അവിടെ ഇങ്ങനെ കുറേ കമ്പനീസ് ബ്യൂട്ടി പ്രോഡക്ട്സ് ഇറക്കും. അത് ഈവൻ നമ്മുടെ പ്രൊഫഷണൽ റേഞ്ച് പ്രോഡക്ട്സ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മീസോതെറാപ്പി സൊല്യൂഷൻസൊക്കെ കൊറിയയിൽ കുറേ ടൈപ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ലോങ് ടേം സ്കിന്നിന് ഡാമേജ് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ എല്ലാ കൊറിയൻ പ്രൊഡക്ട്സും എല്ലാവർക്കും സൂട്ട് ചെയ്യില്ല. ഓക്കെ. ബിക്കോസ് നമ്മുടെ സ്കിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നും കൊറിയൻ സ്കിന്നും ഭയങ്കര ഡിഫറെൻറ്റാണ്. നമ്മുടെ സിബം സെക്രീഷൻ, നമ്മുടെ pH വരാനുള്ള ചാൻസസ് ഇതൊക്കെ നമുക്ക് കൂടുതലാണ്. അപ്പോൾ കൊറിയൻ സ്ക്രബ്സൊക്കെ ഉപയോഗിക്കുന്നവരോട് ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ നോ എന്നാ പറയുള്ളൂ. ബിക്കോസ് നമ്മളതൊരു മാതിരി സ്കിന്നിനെ സ്ക്രാച്ച് ചെയ്ത് ആ കോർണിയ ത്രെഡ് ഡാമേജ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പ്രോബ്ലി നമ്മൾ കൂടുതൽ ഡള്ളാവുള്ളൂ. അപ്പോൾ അവരുടെ തന്നെ നല്ല പ്രോഡക്റ്റ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ബിക്കോസ് നമ്മളൊരു ഇന്ത്യൻ, യൂറോപ്യൻ, US പ്രോഡക്റ്റ് പോലെ തന്നെ വേറൊരു രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് അവരുടെ ബെസ്റ്റ് കമ്പനീസ് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമുക്കതിനെ പറ്റി ഒരു റഫ് ഐഡിയ വേണം, നമ്മുടെ സ്കിൻ ടൈപ്പും അവരുടെ പ്രോഡക്ട്സിനെ കുറിച്ചും. നമ്മുടെ സ്കിന്നുമായിട്ട് അത്രയും സിങ്കായി പോകുന്നു. ബിക്കോസ് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടുത്തെ ഇപ്പോൾ എൻ്റെ പോഴ്സിൻ്റെ സൈസ് ആയിരിക്കില്ല അവിടുത്തെ ആൾക്കാരുടെ സ്കിൻ പോഴ്സിൻ്റെ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ആൾക്ക് ആ പ്രോഡക്റ്റ് ചിലപ്പോൾ അത്രയ്ക്ക് ഒരു അകത്തേക്ക് ഇത് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അങ്ങനെ നമ്മളപ്പോൾ അതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റും കൂടി നോക്കണം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ. ഓക്കെ ഡോക്ടർ, അതേപോലെ ഇപ്പം നോർമലി നമ്മളിപ്പം ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ പോകുമ്പം നമുക്ക് ബേസിക്കലി ഈ സ്കിൻ റബ്ബിങ് അല്ലെങ്കിൽ ബോഡി സ്ക്രബിങ് ഒക്കെ ഉണ്ട് ഈ സൺ ടാൻ റിമൂവലിന് വേണ്ടിയിട്ട്. ആക്ച്വലി സ്ക്രബ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് ബോഡിയിൽ സ്കിന്നിൽ ഉണ്ടാവാറുണ്ട്? ഡെഫിനറ്റ്ലി. ചില സ്ക്രബ്സ് ഇപ്പോൾ നമ്മൾ ചില എക്സ്ഫോളിയേഷൻസ് നമ്മളതൊരു കൺട്രോൾഡ് നമ്മളിപ്പോൾ ചെയ്യുന്നൊരു പീലോ അല്ലെങ്കിൽ ഒരു മൈക്രോ ഡെർമബ്രേഷനോ അതൊരു കൺട്രോൾഡ് എക്സ്ഫോളിയേഷനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം പോലെ നമുക്കൊരു പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ലോങ് ടേം ബാരിയർ ഡാമേജ് അതൊക്കെ വരാം. ഓക്കെ. നമ്മുടെ പല അസുഖങ്ങൾക്കും സ്കിൻ ബാരിയർ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഇപ്പോഴത്തെ കാലത്ത്. എക്സിമ തൊട്ട് പല കണ്ടീഷൻസിലും ഈവൻ വെറുതെ ഒരു സ്കിൻ ഡ്രൈനസ്, സെൻസിറ്റിവിറ്റി, ഇതിനൊക്കെ ബാരിയർ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ക്രബ്ബ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതൊരു ലെവൽ വിട്ട് ആ ബാരിയർ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ് എപ്പിഡെർമൽ വാട്ടർ ലോസ് ഭയങ്കരമായിട്ട് കൂടും. വെള്ളം തടിയിൽ നിൽക്കുന്നതിൻ്റെ അളവ് വളരെ കുറയും. വെള്ളം എപ്പിഡെർമൽ വാട്ടർ ലോസ് കൂടുമ്പോൾ നമ്മുടെ സ്കിൻ കൂടുതൽ ഡാമേജ്ഡ് ആവുള്ളൂ, ഡ്രൈയും ഡള്ളും ഡാമേജ്ഡ് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഈ സെയിം പറഞ്ഞ പോലെ അതിനൊരു മിനിമം നമുക്കൊരു ഉറപ്പ് വേണം അത് നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കില്ല എന്നുള്ളത്. ഓക്കെ ഡോക്ടർ, അതേപോലെ ഇപ്പം ഈ വാക്സിങ്, അപ്പം ഈ ലേഡീസിനുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത്, കയ്യിലെ അല്ലെങ്കിൽ കാലിലെ ഹെയർ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ വാക്സിങ് വഴി സ്കിന്നിൻ്റെ സെൽസിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഹെയർ റിമൂവലിന് വാക്സിങ് ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിന് ഫോളിക്കുലൈറ്റിസ്, ഇൻഗ്രോൺ ഹെയർസ് അങ്ങനത്തെയൊക്കെയാണ് അതിൻ്റെ. പിന്നെ ഈ പറയുന്ന വാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാവുന്ന പാടുകൾ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹെയർ റിമൂവലിന് കൂടുതൽ നമ്മൾ ലേസേഴ്സാണ് പറയുക. ലേസേഴ്സിൻ്റെ പ്രോബ്ലം കുറച്ചധികം സെറ്റിങ്സ് വേണ്ടി വരും മിക്കവാറും ഹെയർ ഗ്രോത്ത് കുറയണമെങ്കിൽ. പിന്നെ ഇടയ്ക്കൊരു ഫോളോ അപ്പ് സെറ്റിംഗ് പോലെ ഇടയ്ക്ക് ഒരെണ്ണം ചെയ്യേണ്ടി വരും. നമുക്ക് ആക്ച്വലി ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് പിന്നീട് വരാൻ സാധ്യതയുള്ളൂ? സോ ലേസേഴ്സ്, ലേസിങ് മീഡിയം അല്ലെങ്കിൽ ആ ലേസേഴ്സിൻ്റെ നോ ഹൗ, ഇതൊക്കെയാണ് എൻ്റെ മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എത്ര കാലിബ്രേറ്റഡ് ലേസേഴ്സ് ആവണോ അത്രയും നല്ല റിസൾട്ട്സ് ആയിരിക്കും. നമ്മൾക്ക് ലേസേഴ്സ് ഇപ്പോൾ ഒരു ലോക്കൽ മെഷീനിൽ ചെയ്യണ പോലെ ആയിരിക്കില്ല ഒരു ഹൈ എൻഡ് മെഷീനിൽ ചെയ്യുന്നത്. ആ മെഷീൻ്റെ ക്വാളിറ്റി, ആ മെഷീൻ യൂസ് ചെയ്യുന്ന ആളുടെ നോ ഹൗ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലേസർ ട്രീറ്റ്മെൻറ്റ്സ്. ഡോക്ടർ, പിന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പീലിംഗ്, നമുക്ക് പീലിംഗ് ആക്ച്വലി എത്ര തരത്തിലുള്ള പീലിംഗ് ഉണ്ട്? പീലിംഗ് ആക്ച്വലി നമുക്ക് കുറേ ടൈപ്സ് ഉണ്ട്. നമുക്ക് ഓരോ ഇൻഡിക്കേഷൻസ് വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ പിഗ്മെൻറ്റേഷൻ ഒരു പീല്, ആക്നെക്ക് പീലിംഗ് ഉണ്ട്, നമുക്ക് സ്കിൻ ആൻറ്റി ഏജിങ്, സ്കിൻ ടൈറ്റനിങ്, പോർ റിഫൈനിങ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് പീൽസ് ഉണ്ട്. അപ്പോൾ പീലിംഗ് കുറേ പേര് ചോദിക്കും ഇപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസം പീൽ ചെയ്യണം. അപ്പോൾ ചില പീൽസ് എക്സ്പോളിയേറ്റിംഗ് പീൽസാണ്, നമുക്ക് തൊലി പോകുന്നത് കാണാൻ പറ്റും. ചില പീൽസ് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നതാണ്, പക്ഷേ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആവണമെന്നില്ല.
അപ്പോൾ നമ്മൾ പീൽസ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും അത് നോക്കിയിട്ടാണ്. പിന്നെ അതിലും പല കമ്പനീസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും ബെസ്റ്റിന് പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പീലിങ്ങിൻ്റെ ഇത് ആക്ച്വലി കാർബൺ പീലിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര എഫക്റ്റീവ് ആണോ നമുക്ക്? കാർബൺ പീലിംഗ് ആക്ച്വലി കെമിക്കൽ പീലല്ല, അത് ഒരു ലേസർ കൊണ്ടുള്ള ഇതാണ്. അത് കാർബൺ പീൽ എന്ന് പറയാൻ കാരണം നമ്മൾ കാർബൺ അപ്ലൈ ചെയ്ത് ഒന്നല്ലെങ്കിൽ ക്യൂ സ്വിച്ച് ടെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പീക്കോ വെച്ചിട്ട് ആ കാർബൺ റിമൂവ് ചെയ്യാണ്. അപ്പോൾ കാർബൺ പോഴ്സിലിരുന്ന് ബേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സ് ഒന്നും കൂടി ടൈറ്റൻഡ് ആവുമോ, അല്ലെങ്കിൽ നമ്മുടെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഓയിലിനെസ് കുറയുക, അതിനാണ് അത് ചെയ്യുന്നത്. അതിനൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ടെമ്പററി ആണ്, കൂടുതലൊരു പോർ റിഫൈനിങ് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആണത്. ആക്നെ പ്രോൺ സ്കിന്നിന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ എത്ര ഒരു ടൈം ഡ്യൂറേഷൻ വെച്ചിട്ടാണ് നമ്മൾ പീൽ ചെയ്യേണ്ടത്? അത് എത്ര എഫക്റ്റീവ് ആവാനായിട്ട്? പീലിംഗ് യൂഷ്വലി എങ്ങനെ വെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദ പീൽ. ചില പീൽസ് 2 വീക്സിൽ ചെയ്യുന്നുണ്ട്, ചിലത് മന്ത്ലി വൺസ് ചെയ്യുന്നുണ്ട്, ചിലത് 1 in 3 months ചെയ്യുന്ന പീൽസ് ഉണ്ട്, ഹെവി എക്സ്ഫോളിയേറ്റിംഗ് പീൽസ്. നമ്മുടെ സ്കിന്നിൽ ഹൈലി എക്സ്ഫോളിയേറ്റിംഗ് പീൽസ് കുറേ എണ്ണം ടോളറേറ്റ് ചെയ്യാൻ പാടാം. ബിക്കോസ് നമുക്ക് ഈ പറയുന്ന പോലെ ഫുൾ റീസർഫേസ് ചെയ്യുന്ന പീൽസ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പാടായിട്ട് ഉണങ്ങും. അതുകൊണ്ട് ഫോറിൻ സ്കിന്നിൽ ചെയ്യണ പോലെ ഫുൾ എക്സ്ഫോളിയേറ്റിംഗ് പീൽസ് എപ്പോഴും നമ്മുടെ സ്കിന്നിൽ പറ്റണം എന്നില്ല. ഓക്കെ. നമ്മളിങ്ങനെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻ പ്ലാൻ ചെയ്യുക. പിന്നെ ഓരോരുത്തരുടെ നീഡ്സ് പോലെ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ 3 monthsലുള്ള ഒരാൾക്ക് ചിലപ്പോൾ 2 weeksൽ ചെയ്യേണ്ടി വരും. ഇപ്പം ഡോക്ടർ പറഞ്ഞാണ് ഇപ്പം ബ്രൈഡ്സും ബ്രൈഡ് ഗ്രൂംസൊക്കെ അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അവരെ കല്യാണത്തിന് എത്ര നാൾ മുന്നെയാണ് അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ടാനൊക്കെ റിമൂവൽ? സോ അവർക്ക് എന്താ ഒരു കൺസേൺ എന്നുള്ള അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ചിലർ വരുന്നത് റിങ്കിൾസ് ആയിരിക്കും കൺസേൺ. അപ്പോൾ അവർക്ക് നമ്മൾ ടോക്സിൻസ് 2 months അല്ലെങ്കിൽ 1 month ബാക്കാ ചെയ്യുള്ളൂ. വേറെ ഇപ്പോൾ നമുക്ക് അവർക്ക് ഇപ്പോൾ ഫില്ലേഴ്സ് ആണെങ്കിൽ നമുക്കൊരു 2-3 months മുമ്പ് ചെയ്യാം. അവർക്ക് ടച്ചപ്സ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ പിന്നെയും ചെയ്യാം. ഓക്കെ. അതല്ല ഇപ്പോൾ നമുക്ക് ബ്രൈറ്റനിങ് മാത്രം മതി, ഒരു പീല് മാത്രം ചെയ്യേണ്ട പേഷ്യൻ്റ് ആണെങ്കിൽ 6 to 8 months പ്രയർ. ഓക്കെ. സോ ഈ ബ്രൈറ്റനിങ് പീൽസ് എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വലി സ്കിൻ ടോൺ ടാനൊക്കെ കുറയ്ക്കാനുള്ളത്, അതാണ് ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഉള്ളത് ഈ പറയുന്ന പോലെ നമുക്ക് അതിൻ്റെ കൂടെ ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്ന കുറച്ച് പീൽസും കാര്യങ്ങളും ഉണ്ട്. അത് ലാസ്റ്റ് 2 weeksൽ ചെയ്യും. നോർമലി നമ്മൾ ഈ ഫേഷ്യൽസ് എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പം അത് ഫേഷ്യൽസ് ഇതുപോലെ തന്നെ വേറെ പ്രൊഡക്ട്സ് ആണ്, പക്ഷെ അത് യൂഷ്വലി ഡോക്ടേഴ്സ് കുറവായിരിക്കും ചെയ്യുന്നത്. നമ്മൾ കൂടുതലും ഒരു നമുക്ക് ഈ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ ലേസർ ആണെങ്കിലും പീലാണെങ്കിലും കൂടുതൽ അതൊരു ഡിസീസ് ഓറിയൻറ്റഡ് പോലത്തെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ചിലപ്പോൾ ഒരു ഫേഷ്യലോ ബ്ലീച്ചോ ചെയ്ത് പുറത്ത് വരുമ്പോൾ എൻ്റെ ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിരിക്കും. വേറെ ഞാനൊരു പീൽ ചെയ്ത് വരുമ്പോൾ ആ ലെയറൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്കിൻ ബെറ്റർ ആവുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ചില പീൽ ചെയ്യുമ്പോൾ ആ എക്സ്ഫോളിയേഷൻ കഴിഞ്ഞാലാണ് സ്കിൻ ബെറ്റർ ആവുന്നത്. ചെയ്യണ ആ ദിവസം ചിലപ്പോൾ നമുക്ക് അത്രയും ഒരു ഇത് തോന്നണമെന്നില്ല, ലെയേഴ്സൊക്കെ പോയി ബെറ്റർ ലെയർ അടിയിൽ നിന്ന് വരും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻ്റ് ആണത്. അപ്പോൾ നമുക്കൊരു ഇമ്മീഡിയറ്റ് ഗ്ലോ ആണ്. ബ്ലീച്ച് പിന്നെ ഞങ്ങൾക്ക് അധികം അഡ്വൈസ് ചെയ്യാനും അങ്ങനെ പറ്റില്ല. ഡോക്ടർ, അതേപോലെ മിക്കവരിലും ഈ വിയർക്കുന്ന സമയത്ത് വല്ലാത്തൊരു തരം ദുർഗന്ധം വരാറുണ്ട് ചിലരുടെ വിയർപ്പിന്. ആക്ച്വലി അതെന്തായിരിക്കും അങ്ങനൊരു? സോ അതൊരു ബ്രോംഹൈഡ്രോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അതിൽ ഏറ്റവും കോമണസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ അതിൻ്റെ പക്ഷേ നമ്മളതിൻ്റെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ സ്വെറ്റിന് സ്മെല്ല് വരാനുള്ള എന്തെങ്കിലും കാരണം നോക്കിയിട്ട് അതിന് ചില സോപ്സ് ഉണ്ട്. പിന്നെ ചിലർക്ക് ഹെയർ റിമൂവലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബെറ്റർ ആവും. ഇപ്പോൾ നമ്മൾ ഹെയർ ട്രിമ്മിയൊക്കെ ആണെങ്കിൽ ചിലർക്ക് അത് സ്മെല്ല് കുറയാറുണ്ട്. അതേപോലെ അതിന് പറ്റുന്ന ബോഡി പ്രോഡക്ട്സ് അങ്ങനെയൊക്കെ നമുക്കിപ്പോൾ സോ ഇപ്പോൾ അതിന് ഇപ്പോൾ ആക്ച്വലി ബോഡി പ്രോഡക്ട്സ്, ബോഡി വാഷസ് കുറേ വരുന്നുണ്ട്. ഇതിലും ചില പ്രോഡക്ട്സ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ US ചില കണ്ടൻറ്റ്സ് ബാൻഡാണ്. അത് സീ വാട്ടറിലേക്ക് എത്തിയിട്ട് എൻവയൺമെൻറ്റൽ ഹസാർഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ചില പ്രോഡക്ട്സ് ബാൻഡാണ്. ഇതടുത്ത് തന്നെ ഇന്ത്യയിലും ബാൻഡാവും അത്. അപ്പോൾ അതല്ലാതെ നമുക്ക് അതിനുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയുള്ള വാഷസും സോപ്സും ഇപ്പോൾ വരുന്നുണ്ട്, യൂസ് ചെയ്യാം. ഡോക്ടർ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഉപ്പത്തിൽ വരുന്ന, അതായത് ഹീൽസിൽ വരുന്ന ആ ഒരു സ്കാറ്, അതും അത് ചിലപ്പോൾ ഒരു ഡ്രൈനെസ്സിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കാം, ചിലപ്പോൾ അത് എക്സീമ സോറിയാസിസിൻ്റെ ഭാഗമായിട്ടും വരാം. അപ്പോൾ അത് നമുക്ക് യൂഷ്വലി ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിലോ ഇതിലോ നമുക്ക് അറിയാൻ പറ്റും അതൊരു എക്സിമയുടെ ആണോ സോറിയാസിഫോം ആണോ. കാരണം ഒരു ചിലർക്ക് പെയിൻ വിണ്ടുകയറുന്നത്. അതെ, അതപ്പോൾ അത് യൂഷ്വലി അത് സിവിയർ പെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി പ്ലാന്റർ സോറിയാസിസോ അല്ലെങ്കിൽ പ്ലാന്റർ എക്സിമ ആവാനാണ് ചാൻസ് കൂടുതൽ. ഒരു ഡ്രൈ സ്കിൻ്റെ ഫിഷർ ഫീറ്റ് ആണെങ്കിൽ അത്ര സിവിയറായാൽ മാത്രമാണ് അതൊരു പെയിൻഫുൾ ഇതിലേക്ക് പോകുള്ളൂ.
പിന്നെ ജനറലി ആൾക്കാരുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൻ്റെ പിന്നിലുള്ള കറുപ്പ് അങ്ങനെയൊക്കെയാണ്. അപ്പം അതും ആക്ച്വലി എന്തൊക്കെ കാരണങ്ങളുണ്ട്? അതും ഈ ഗ്രോയിനിലെ കറുപ്പ് പോലെ തന്നെ ഈ പറയുന്ന പോലെ എക്കന്തോസിസ് നൈഗ്രിക്കൻസിൻ്റെ ആവാം. പിന്നെ ചിലർക്ക് ചില മാലകളിട്ടിട്ട് ഫ്രിക്ഷണൽ മെലനോസിസ് റബ്ബ് ചെയ്യണമുണ്ടാവാം. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന പോലെ എക്കന്തോസിസ് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഈ കഴുത്തിലെയും കഷത്തിലെയും ഗ്രോയിനിലെയും. പിന്നെ ചിലർക്ക് നക്കിൾസൊക്കെ പിഗ്മെൻറ്റഡ് ആയിരിക്കും. അതിൻ്റെ ഒരു റീസൺ കൂടുതലും ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എക്കന്തോസിസ്. ഡോക്ടർ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മളപ്പം ആക്ച്വലി ഒരു ഹെൽത്തി സ്കിന്നിന് നമുക്കൊരു നല്ലൊരു സ്കിൻ കളർ ടോണ് ഒരാൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് വരുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് അയാൾക്ക് ആ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡോക്ടറിൻ്റെ അഡ്വൈസ് എന്തായിരിക്കും? സോ എന്നോട് ഇത്രയും നേരം പറഞ്ഞ പോലെ ഒരു നല്ല സൺസ്ക്രീൻ, ഒരു നല്ല മോയ്സ്ചറൈസർ, ഒരു ക്ലെൻസർ, അതിൻ്റെ കൂടെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ഏതെങ്കിലും ആക്റ്റീവ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ട്. ഒരു പ്രിവെൻറ്റീവ് ഇതാണെങ്കിൽ ഹെൽത്തി ഫുഡ്, റെഗുലർ എക്സസൈസ്, ഫുഡ് വിത്ത് ലോട്ട് ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ഫിഷ് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എല്ലാം ബാലൻസ്ഡ് ഡയറ്റ്, അതായിരിക്കും പ്രോബബ്ലി ഏറ്റവും ബെസ്റ്റ് ഒരു അഡ്വൈസ്. ഓക്കെ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഡോക്ടർ നമ്മളോട് പങ്കുവച്ചത്. എനിക്കും വളരെ പേഴ്സണലായിട്ട് ഡോക്ടറിനോട് ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയതും എനിക്കും ഡോക്ടറിനോട് അത്രയധികം അടുപ്പമുള്ളതുകൊണ്ടാണ്. കാരണം ഞാനും ഡോക്ടറെ തന്നെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. സോ ഡോക്ടറുടെ ക്ലിനിക്ക് വരുന്നത് പാടിവട്ടത്താണ്, ചാലിശ്ശേരി ക്ലിനിക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡോക്ടർക്ക് മാവേലിപുരത്തും ഒരു ക്ലിനിക്കുണ്ട്. അതേപോലെ ഡോക്ടർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായിരുന്നാലും നല്ലൊരു സ്കിൻ ടോൺ വേണമെങ്കിൽ നിങ്ങൾ ഡോക്ടർ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന അനുയോജ്യമായിട്ടൊരു സൺസ്ക്രീൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് ഫോർ എ ഹെൽത്തി ഡയറ്റ് നിങ്ങൾ നല്ല ഫുഡ്സ് ചൂസ് ചെയ്യുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഡോക്ടർക്ക് എൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പറോട് കൂടി നമുക്ക് ഈ ഷോ വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്തൊരു അതിഥിയുമായി കാണാം. ടിൽ ദെൻ, ബൈ.